ഓക്കെ, അപ്പൊ പുതിയ ടോപ്പിക് എന്തായിരുന്നു ഗൈസ്? നമ്മളിത് അടുത്ത ടോപ്പിക് ബംബിൾ വേഴ്സസ് മാട്രിമോണി ആപ്സ്. Who will win? അല്ല ഡേറ്റിംഗ് കഴിഞ്ഞ വീഡിയോ മനസ്സിലായിട്ടും ആൾക്ക് വയ്യ. സെയിം സമയം തന്നെയാണ് നമ്മൾ കുറെ ലൊക്കേഷൻ കണ്ടത് എടുക്കാൻ പറ്റിയതെന്നാണ്. നമ്മളിതൊരു പേര് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പേര് എന്തിന്റെ പേര്? പോഡ്കാസ്റ്റിന്റെ പേര് ഞങ്ങൾ 3 പേരാണ് ആദ്യം തുടങ്ങിയത്. അപ്പൊ ഇവൻ പറഞ്ഞു 3 പേരുടെ പേരും കൂടി ജോയിൻ ചെയ്തൊരു പേര് ഉണ്ടാക്കാന്ന്. നിങ്ങൾ കമന്റ് അടിപൊളി പുള്ളി ആലോചിച്ചപ്പോഴേ ഇങ്ങാനും ഭാവിയിൽ മോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ പേരിലിരിക്കട്ടെ, ബാങ്ക് അക്കൗണ്ട് പൈസ കൊടുത്ത് ഞാൻ മേടിച്ചോളാം. അത് മച്ചാൻ മെയിലെല്ലാം ക്രിയേറ്റ് നൈസായിട്ട് ചാമ്പാന്ന് നോക്കാണോ? ബേസിൽ എസ് ഉണ്ട്. ഗിസിന്റെ ഈ മെസ് ഉണ്ട്. പുതിയ പേരുണ്ടാക്കാം. 4 പേരുടെ പേരോട് കൂട്ടിട്ട് നല്ല പേര്. പിന്നെ പീട്ടാ പോരെ. ഒന്ന് പോടാ, നിന്റെ പേര് പറ്റില്ല. പറ്റില്ല. വല്ല നല്ല സാധാ പേര് പോഡ്കാസ്റ്റ് എങ്ങനെയുണ്ട്? പോരാ, മോശമായി. പിന്നെ നിങ്ങള് പരമാവധി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ. ഞങ്ങള് സൂൺ ടു ബി അൺഎംപ്ലോയിഡ് ആണ്. ഡിലേ ചെയ്തോണ്ടിരിക്കുകയാണ് അൺഎംപ്ലോയ്മെന്റ്. ഞാൻ ഓൾറെഡി അൺഎംപ്ലോയിഡ് ആണ്. അതെ, നിങ്ങളുടെ ഒരു കുറച്ച് ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മോണിറ്റൈസേഷൻ കിട്ടി, ഞങ്ങൾക്ക് കുറച്ച് അതെ കഴുത്തനക്കാൻ പരിഗണിക്കണം. ഫ്യൂച്ചർ തിന്നണ കത്തിപ്പോവാണെന്ന്. അതല്ല അപ്പൊ എന്തായാലും ടോപ്പിക്ക് ഡേറ്റിംഗ് പേര് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. പേരിടും. അതെ, ഞാൻ തന്നെ വേറെ കിടലം പേര് കണ്ടുപിടിക്കാം. എല്ലാരോടും ഡേറ്റിംഗ് ആപ്പ് ഫസ്റ്റ് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു പറ. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് ഉണ്ട്. ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ യൂസ് ചെയ്തിട്ടില്ല. അന്ന് രണ്ടുപേരും നിങ്ങളുടെ രണ്ടുപേരും പറയാം, ഞങ്ങള് സൈഡിൽ കൂടെ പറയാം യൂസ് ചെയ്തല്ല. ഇല്ലില്ല, നമുക്ക് അതുകൊണ്ട് പിന്നെ ഇട്ടില്ല. പിന്നെ അപ്പോഴേക്കും നമുക്ക് പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല. അതുകൊണ്ട് നമ്മള് അപ്പൊ നിങ്ങള് രണ്ടുപേരും പറ, നമ്മള് അതിനനുസരിച്ചുള്ള അഭിപ്രായം ചെയ്തിട്ടില്ല ബ്രോ. നോ ക്യാപ്. നിനക്ക് ഞാൻ ഫോട്ടോ തന്നിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പ് പ്രീമിയം എനിക്ക് എന്റെ അടുത്തൊന്ന് പറയാം. ചാറ്റ് ചെയ്തു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തണം. പരമശിവത്തിനൊരു പഴയ കാലമുണ്ട്. ഇങ്ങനെ പത്ത് മെസ്സേജ് അടുത്ത വേറെ റിപ്ലൈ. അല്ലടാ, ഏതൊരു നല്ലൊരു ചിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോറി നല്ല ചിക്കിന് പിന്നെ നല്ല ചിക്കുന്നല്ല പറയാ. അല്ല, ഞാനും ചെയ്യാറില്ല, അറിയാണ്ട് പറഞ്ഞത്. ഉള്ളില് മീനിങ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലല്ല. ശരിയാണ്, നമ്മള് പെൺകുട്ടിയാണ് ഉദ്ദേശിച്ചത്. എന്നാലും അതെ, നിന്നെ ഞാൻ വിളിക്കാണ്. അതിന്റെ മീനിങ് അല്ല, നമുക്ക് കുറച്ച് ജനറൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ കണ്ടേക്കണേല് ഡേറ്റിംഗ് ആപ്പില് എന്ന് പറഞ്ഞാൽ മെയിൻ സംഭവം സിദ്ധു ശരി. ഞാൻ തുടങ്ങി ബംബിൾ വേഴ്സസ് അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് വേഴ്സസ് എന്താണ് മാട്രിമോണിയൽ ആപ്സ്. ഈ സംഭവങ്ങളിലൊക്കെ എന്ന് പറയുന്നത് മാട്രിമോണിയിൽ പിന്നെയും മാരേജിന് വേണ്ടി അങ്ങനെയൊക്കെ മെയിനായിട്ട് നമ്മള് വീട്ടുകാര് കൊടുക്കുന്നതും കുറച്ച് ഏജ് ആയവരും കുറച്ച് ജോബ് പ്രൊഫൈൽ വെക്കാൻ പറ്റിയവരൊക്കെയാണ്. അവിടെ മെയിൻ ജോബാണ്, ജോബ് പ്രൊഫൈലും അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. ഡേറ്റിംഗ് ആപ്സിലേക്ക് വരുമ്പോ ജോബിന്റെ ഉണ്ടോന്നുണ്ടെങ്കിൽ ഉണ്ട്. മെയിൻ ആയിട്ട് എല്ലാവരും വരുന്നത് കാഷ്വൽ ഫ്ലിങ്ങും അങ്ങനത്തെ ഷോർട്ട് ടൈം റിലേഷൻഷിപ്പ്. അവിടെ മെയിൻ ആയിട്ട് ലുക്സും
ലുക്സും പിന്നെ നിങ്ങളുടെ ഉള്ള പിക്സിൽ കുറച്ച് റിച്ച് ആണെന്നുള്ളതൊക്കെ കാണിക്കണം. റിച്ച് ആണെങ്കിൽ സ്വൈപ്പ് ചെയ്ത് ഫസ്റ്റ് ഡേറ്റ് വരുമ്പോ റിച്ച് ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഡേറ്റിൽ നടക്കും. അതെ, ഫസ്റ്റ് ഡേറ്റ് റിച്ച് ആയിരിക്കണം. എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. എക്സ്ട്രീംലി ഞാൻ പറഞ്ഞ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ എല്ലാരും, കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് സ്ക്രോൾ ചെയ്ത് വിടാം. പിന്നെ ഞാനിടയ്ക്ക് റെഡിറ്റിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഈ ഡേറ്റിംഗ് ആപ്പിൽ മാച്ച് കിട്ടാത്തവരുടെ ഇതൊക്കെ പറഞ്ഞപ്പോ ഓരോരുത്തരും ഒന്ന് കമന്റ് ഇടും. കോമ്പറ്റീഷൻ ഭയങ്കര ഇൻസൈൻ ആണ്. ഗേൾസിന് പെട്ടെന്ന് കിട്ടും, ബോയ്സിന്റെ ഗേൾസിന് പ്രീമിയം ഉണ്ട്, അത് ബോയ്സിന് മാത്രമേ പ്രീമിയം ഉള്ളൂ. ഗേൾസ് ഓൾറെഡി പ്രീമിയം മെമ്പേഴ്സ് ആണ് ഡൗൺലോഡ്. അതെ, മെയിൻലി എല്ലാ ഗേൾസിനും എന്ന് പറഞ്ഞാൽ ഈ അരികെ ആപ്പൊക്കെ ഉണ്ടല്ലോ, അരികയിൽ നമുക്ക് മാച്ച് കിട്ടിയാലും നമുക്ക് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. ഗേൾസിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കാണ് മെസ്സേജിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബേസിക്കലി അങ്ങനെയാണല്ലോ. അതായത് സോഷ്യൽ മീഡിയ നമുക്ക് നോക്കിയാലും കാണാലോ, എല്ലാരും പോയി സ്റ്റോക്ക് ചെയ്യണത് DM-ലൊക്കെ കുറെ പോയി പോണത് ആമ്പിളേരാണല്ലോ, അവർക്ക് അതൊരു ഇതായിരിക്കില്ല. അങ്ങനെയാണ് ഡേറ്റിംഗ് ആപ്സിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ലുക്സും അങ്ങനത്തെ സംഭവം ഇല്ലെങ്കിൽ നോക്കണ്ട, കിട്ടുമൊന്നുമില്ല. മാട്രിമോണിനേക്കാളും പൈസ ഉണ്ടാക്കണ്ടാവൂലേ? മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലേ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ, പ്രീമിയം എടുക്കണമെങ്കിൽ. കുറവാണ്, അതാ പറഞ്ഞേ. സബ്സ്ക്രിപ്ഷൻ അല്ലാലും ഇത്ര നാളത്തേക്ക് ഇടണം, ഇത്ര നാൾ അങ്ങനെ എന്താണ്ടല്ലേ. അതിന് ഓരോ പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത്ര കോൾ കിട്ടാൻ അല്ലെങ്കിൽ ഇത്ര ലുക്ക് പ്രൊഫൈൽ കിട്ടാൻ ഇത്ര പൈസ അങ്ങനെ ഇതിലായിരിക്കും. പക്ഷെ ഇതിനകത്ത് പറഞ്ഞാൽ ബമ്പിളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലല്ലേ. പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട്, ഈ ഡേറ്റിംഗ് ആപ്പില് ജസ്റ്റ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോമാണ്. മാട്രിമോണി എത്തിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യൻ മാട്രിമോണി, ചവറ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, നായർ മാട്രിമോണി. അവര് നോക്കണത് ഫാമിലി ലൈഫിലാണ്. അതേപോലെ ലുക്ക് കുറഞ്ഞവര് അല്ല. പക്ഷെ ഈ ഡേറ്റിംഗ് ആപ്സിലും ജാതിയും അതൊക്കെ ഇടാനുള്ള ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് എടുക്കൊണ്ടാ. അതാ നീ പറഞ്ഞതാ, കുടുംബജീവിതം നോക്കണവർക്കാണ്. എന്താ വെച്ചാൽ സെയിം റിലീജിയനെ തപ്പണവരൊക്കെ. ഒരു കല്യാണ ബ്രോക്കർ പോലെ തന്നെയാണ് മാട്രിമോണി വർക്ക് ആവണേ. ഇതങ്ങനെയല്ല, ഇത് ലൈക്ക് കുറെ ആൾക്കാരുണ്ട്, സെയിൽസിൽ അങ്ങനെ കുറെ വർക്ക് ആൾക്കാരുണ്ട് മാട്രിമോണിലൊക്കെ. ബാക്കിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, ചോദിച്ചത് ഉത്തരം പറ. നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ബാക്ക് എൻഡ് ആയിട്ടല്ല, നമുക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ്. അതായത് അങ്ങനെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ ബാക്കി ഡേറ്റിംഗ് ആപ്പിൽ നമുക്ക് നമ്മളെ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഇപ്പൊ 2-3 പിള്ളേർ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡേറ്റിംഗ് ആപ്പിൽ അവരായിരിക്കും നമ്മുടെ ഈ സംഭവം സെർച്ചില് ഫസ്റ്റ് വരാൻ നിൽക്കുക. സ്വൈപ്പ് ലിമിറ്റഡ് ആയിട്ടുള്ളൂ. അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോൾ റീസെറ്റ് ആകുമ്പോ ലൈക്ക് അടിച്ച് വെച്ച് നോക്കണവര് പിന്നെ വരും നമ്മുടെ ഇതിലേക്ക്. അരികയിൽ അങ്ങനെ വരില്ല. അത് സാധനം അടിച്ചടിച്ച് പോയിട്ടും ഈ ലൈക്ക് അടിച്ചേക്കണ ഒരു വന്നും കൂടി ഇല്ല. നമ്മളെ കൊണ്ട് പ്രീമിയം എടുപ്പിക്കാനുള്ള സംഭവിക്കും. അതൊന്നും എടുക്കുന്നില്ല. പ്രീമിയം എടുത്തണ്ട, പ്രീമിയം എടുക്കണ എനിക്കല്ലാണ്ട് മാച്ച് കുറച്ചൊക്കെ കിട്ടുള്ളൂ. ലുക്കാണെന്നാണ് പറയണ നീ. ലുക്കാണല്ലോ ആക്ച്വലി പൊളിയാണ്. എന്റെ ലുക്ക് വെച്ച് പ്രീമിയം എടുക്കണ്ട. എടാ ഞാൻ പ്രീമിയം വർക്ക് ചെയ്യണേ. അപ്പൊ എങ്ങനെയുള്ളവരാണ് പ്രീമിയം എടുക്കുന്നത്? എനിക്കറിയാൻ പാടില്ല എങ്ങനെയുള്ള പൈസ ഉള്ളവർക്ക് പ്രീമിയം എടുക്കാം. നീയാണിപ്പോ പറഞ്ഞത് ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് അത്ര കുഴപ്പമില്ല. എന്താ അങ്ങനെ? അപ്പൊ ബമ്പിൾ യൂസ് ചെയ്യുന്നത് കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്നത് കുഴപ്പമുള്ളൂ. ബമ്പിളെടുത്ത് ഡേറ്റിങ്ങിന് വേണ്ടി തന്നെയല്ലേ? അതെ. അപ്പൊ നിനക്ക് ഇല്ലാത്തോടെ എടുത്തേ. എക്സ്ട്രീം ലെവലിൽ നമുക്കൊരു ഡിഗ്രി ഓഫ് കടപ്പുണ്ടല്ലോ. ഡേറ്റിങ്ങിനുള്ള കറേജ് ഒന്നും എനിക്കില്ല. ഔട്ട് ഗോയിങ്ങിനുള്ള അവിടെ ഓഫീസിൽ ചെന്നൈയിലൊക്കെ ഇവൻ ഭയങ്കര ഡിമാൻഡുള്ള ബോയിയാന്ന് കട്ട് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്റെ പോഡ്കാസ്റ്റ് അവിടുത്തെ ആൾക്കാരെ കണ്ട പ്രശ്നം. അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഇവന്റെ മനസ്സിലാവില്ല തമിഴന്മാരാ. ഓ അത് ജസ്റ്റ് ചെന്നൈയില് അതെന്താ വിഷയം പറഞ്ഞു കഴിഞ്ഞാ, അത് ഞാൻ മാത്രല്ല, നിങ്ങൾ പോയി കഴിഞ്ഞാലും എന്തോ ഒരു മല്ലൂസിനോട് ഒരു ക്രൈസ്. ശരിയാക്കുക, അവിടുത്തെ ഗേൾസിനുണ്ട്. എന്നെ കണ്ടപ്പോ ഒരു തമിഴ് വിചാരിച്ചിട്ടുണ്ടോ? നിന്റെ അടുത്ത് സുരേഷ് ചോദിച്ചാലോ ഒന്ന് അവിടെ പോയിട്ട്. ആ മോശമായി. സിദ്ധാർത്ഥിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന്. ആളാരാ? സിദ്ധാർത്ഥ ഇത്തിരി കൂടിയ ആളാണ്. ഏജ് ഇത്തിരി കൂടിയ ആളാണ്. അത്ലറ്റിക്കലും നമ്മളെന്തോട്ടൊക്കെ പറയാം. ഈ ടോപ്പിനെ പറ്റി എന്തെങ്കിലും പറയണേ. ബമ്പിള് നാട്ടുപണി അത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾ രണ്ടുപേരും പറ.
എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് പറയാൻ ജനറലായിട്ടുള്ള ചോദ്യം ഇത്രേ ഉള്ളൂ. അതായത് ബമ്പിളിൽ വന്നവരുടെ മൈൻഡ് സെറ്റും മാട്രിമോണിയിൽ വന്നവരുടെ മൈൻഡ് സെറ്റും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ബമ്പിളിൽ ഡേറ്റ് ചെയ്ത ഒരാളെ മാരി എന്തായാലും പറ്റില്ല. എനിക്ക് താല്പര്യമില്ല. നിനക്ക് പറ്റുമോ ബമ്പിളിൽ പരിചയപ്പെട്ട് മാരി ചെയ്യാൻ ഒരാളെ? ഞാനിപ്പോ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത ടൈമിൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാം. ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയാം. ഒരു റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാണ്ടല്ല പിന്നെ ബമ്പിളിലേക്ക് കയറാൻ പറ്റില്ല. അത് ശരിയാ. അതാണ് ഇപ്പൊ ബമ്പിള് പറയാൻ പറ്റില്ല എന്താ പറയാ. ഒരു റിലേഷൻഷിപ്പ് ആയ പിന്നെ ബമ്പിളിലോട്ട് കയറാൻ പറ്റില്ല. ഈ ഹൈഡ് ചെയ്തൊക്കെ കാൽക്കുലേറ്ററിനകത്ത് ബമ്പിള്. ഞാൻ ഉദ്ദേശിച്ചത് അതായത് റിലേഷൻഷിപ്പിലാണൊക്കെ മുന്നേ ഞാൻ കുറെ പേരുണ്ട് അത് ഇന്ന കാറ്റഗറീസ് ഒക്കെ ടിക്കായി കഴിഞ്ഞാലാ ഇയാള് ഞാൻ സ്നേഹിക്കുള്ളൂ. അങ്ങനെയല്ല, അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം നോക്കി ഒരാളടുത്ത് പെട്ടെന്ന് ഇഷ്ടം തോന്നി നോക്കിയാണ് നമ്മള് ഡിസൈർ തോന്നല് നമ്മുടെ കൺട്രോളിലല്ല, അതിന് ആക്ട് ചെയ്യണം നമ്മുടെ കൺട്രോളിലാണ്. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ആയി നോക്കി, സ്ട്രോങ് ആയിട്ട് ആയി നോക്കി. പിന്നെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോ നിങ്ങളുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പുറത്തുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും, ഇപ്പൊ ഇരിക്കുന്ന ഒരു ഫീലിങ്സ് ആയിരിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, അപ്പൊ നിനക്ക് മുന്നേ ആൾക്ക് ഡേറ്റിംഗ് പാസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നിനക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇല്ല, കുറച്ച് ഒരു സസ്പീഷ്യസ് ആയിരിക്കും എന്നാ പറയാൻ പറ്റും. ഡേറ്റിംഗ് പാസ്റ്റ് ഉള്ളത് അംഗീകരിക്കണേന് ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ അംഗീകരിക്കില്ല, എന്നാലും എനിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാനും ഇതുപോലെ ആളായിട്ട് ഡിബേറ്റ് ചെയ്താ. ആള് പറഞ്ഞു എനിക്ക് 90% ആൾക്കാരും ചിലപ്പോ ഇതില് എന്താ പറയാ ഒരു കുക്കപ്പ് കൾച്ചർ ആയിട്ട് വന്ന് ആയിരിക്കും എന്ന് പറഞ്ഞു. 10% എന്നാലും നല്ല ആൾക്കാരുണ്ടാവും പറഞ്ഞു. 100% ആൾക്കാരും ഞാൻ തോന്നിയേക്കുന്നത് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞതാ. ഞാൻ അങ്ങനെ ആളോട് പറഞ്ഞു 100% ആൾക്കാരും എന്തായാലും ഇതിനകത്ത് ഒരു ഹുക്കപ്പ് കൾച്ചർ ആയിട്ടായിരിക്കും, അല്ലാണ്ട് ഒരാള് ഒരു ലോങ് ടൈം ഗോളിന് വേണ്ടിയിട്ടൊന്നും ഇതിനകത്ത് എല്ലാ ഒരു ഷോർട്ട് ടൈം ശരിക്കും മേ ബി ഉണ്ടാവും. ഞാൻ പറഞ്ഞു, അപ്പൊ ആള് പറഞ്ഞു, ഞാൻ പറയട്ടെ, ആളില്ലെന്ന് പറഞ്ഞിട്ട് ആള് റിലേഷൻഷിപ്പിലായി ബമ്പിൾ ത്രൂ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നാലേ അപ്പൊ നല്ല രീതി അല്ല 2 മാസം പോയി. നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പൊ തന്നെ എന്താ ഒരു 2 മാസം കൊണ്ട് എന്തൊരു കണക്ഷൻ ആവുന്ന അറിയാലോ. പിന്നെ നേരെ ചോദിക്കുന്ന എന്നോടാണ് ആളോട്. എന്നിട്ട് പക്ഷെ അതുകൂടി എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണമായിരിക്കും റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട്. എന്നിട്ട് ആള് പിന്നെയും ആളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ഡേറ്റിംഗ് ആപ്സ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണവർ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊന്നും അതിന്റെ അധികം ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഡയറക്റ്റ് അതല്ല ഞാൻ പറയണത്, അല്ലാണ്ട് ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യണവരുണ്ട് നല്ല ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. കോളേജിൽ പഠിച്ചു പൊട്ടന്മാരെ പോലുള്ളവരൊക്കെ അവന്മാർക്ക് പിന്നെ കോളേജിൽ കിട്ടില്ല. കോളേജ് കഴിഞ്ഞവര് അങ്ങനെ ഡേറ്റിംഗ് നോക്കണവരുണ്ട്, ലൈക്ക് ഒരാളെ മാരി ചെയ്യാൻ വേണ്ടിട്ട്. മാട്രിമോണി തന്നെ എല്ലാരും നോക്കണമെന്നില്ല. ഇപ്പൊ ജെൻസി പിള്ളേരൊക്കെ ചിലപ്പോ ഡേറ്റിംഗ് ആപ്സ് ആയിരിക്കും യൂസ് ചെയ്യണേ അവരുടെ കൺവീനിയൻസിന്. ലൈക്ക് ഒക്കെ കിട്ടാനൊക്കെ ഈസി ആയിട്ടുള്ളൂ, ചാറ്റ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അതൊക്കെ അവര് തോന്നിയ സമയത്തൊക്കെ ലുക്ക് വേറെ ചാറ്റ് ചെയ്യാനുള്ള കഴിവ് വേറെ, രണ്ടും വേറെ. എന്തൊരു എക്സാമ്പിൾസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ എന്തോ പറയാമെന്നാ പിന്നെ പ്രശ്നം മനസ്സിലായി. പക്ഷെ ഡേറ്റിംഗ് ലൈഫിൽ മാൻഡേറ്ററി അല്ലേ? അതെ, ഡേറ്റിംഗ് മാൻഡേറ്ററി ആണ്. ഇഷ്ടമുള്ള ഒരാളെ അറിഞ്ഞ് റിലേഷൻഷിപ്പിലാവുന്നതാണല്ലോ ഏറ്റവും നല്ലത്. ഡേറ്റിംഗ് ആപ്സ് തന്നെ വേണമെന്നില്ലാന്ന്. അത് മാത്രല്ല ഡേറ്റിംഗ് ആപ്സിൽ കൂടെ കിട്ടണത് എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മള് ട്രസ്റ്റ് ചെയ്തിട്ട് തെറ്റായിരുന്നു. ഇയാളെന്താ പറയണേ, ഡേറ്റിംഗ് ആപ്പിൽ വന്ന ഒരാള് പല ആൾക്കാരെയും കണ്ടിട്ട് ലൈക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നതാണല്ലോ. കൊറേ പേരെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്യുന്ന എനിക്കറിയില്ല. നേരിട്ട് ഇപ്പൊ നീ കോളേജിലോ സ്കൂളിലോ മിണ്ടാണ്ടിരിക്കണോ? കോളേജിലോ ഫോൾഡർ ഉണ്ടായിരുന്നു, തിരിയാൻ പറ്റുള്ള കണ്ട് മാത്രമേ തിരിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് കോളേജിലും സ്കൂളുള്ള ഒരാൾക്കാണെങ്കിൽ ഫിസിക്കലി നേരിട്ട് കണ്ട് അയാളെ പരിചയപ്പെട്ട് ലൈക്ക് കാണണോ? പിന്നെ അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ കോളേജിലുള്ള ആളെ നമ്മൾ സംസാരിച്ച് ഇപ്പം പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാളായിട്ട് ഒരു ഇഷ്ടം ഒരാളോടാണല്ലോ അട്രാക്ഷൻ ഉള്ളൂ. ഇത് കുറെ പേരോട് അട്രാക്ഷൻ ചൂസ് ചെയ്യാണ് ആരാ നല്ലത്. മാട്രിമോണി അതെ,
പക്ഷെ മാട്രിമോണിയുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞ ഫാമിലി കൊണ്ടുപോകാനാണ്. ഇതിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞ ഫാമിലി ഒന്നല്ല. ചെയ്യുന്നത് ബാഡാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ആണ്. അത് എനിക്ക് പറ്റില്ല, എനിക്കും പറ്റില്ല. എനിക്ക് അങ്ങനെ ചെയ്യാത്ത ഒരാളായിരുന്നു എന്റെ പാർട്ണറായിട്ട് വെക്കുന്നത് ഇഷ്ടം. അപ്പൊ മീൻസ് ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എന്റെ പാർട്ണർ അങ്ങനെ ആയിരിക്കും നിർബന്ധമുണ്ട്. അങ്ങനെ അല്ലാത്ത ആൾക്ക് അയാളുടെ എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ ഞാൻ ഹുക്കപ്പ് കൾച്ചറിന് സപ്പോർട്ട് ചെയ്തു. ഇത് സപ്പോർട്ട് ചെയ്തു, പാർട്ണർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യില്ല. നീ മനസ്സിലായി എന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അത് നല്ലൊരു പെർസ്പെക്റ്റീവ് ആണ്. എനിക്ക് പറയുന്നതൊക്കെ ഇഷ്ടമാണ്. സാധാരണ ഇപ്പൊ ഹുക്കപ്പ് കൾച്ചറിനോട് നമുക്ക് ഒരു വിരോധമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. വിരോധം എന്ന് പറയാൻ നീ പറഞ്ഞല്ലോ ഇപ്പൊ നിനക്ക് പറ്റില്ല ഒരു പാർട്ണർ. നിനക്ക് വിരോധം ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരാളോട് വിരോധമല്ല. എനിക്ക് കൾച്ചറിനോട് വിരോധമുണ്ട്. കൾച്ചറിനോട് വിരോധമില്ല. എനിക്ക് വിരോധമില്ല. ലൈക്ക് അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആണ്. സപ്പോർട്ടില്ല, ഇവന് സപ്പോർട്ട് ഉണ്ടെന്നല്ല പറഞ്ഞത്, എതിരല്ലാന്ന് പറഞ്ഞോളൂ. എതിരില്ലാന്ന് പറഞ്ഞ അർത്ഥം സപ്പോർട്ടില്ല. നമ്മുടെ ലൈഫിലേക്ക് കണ്ടിരുന്നു. നമ്മളെ ലൈഫിലേക്ക് അവര് എന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ വരരുത്. അതാ പറഞ്ഞോളൂ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളത്. ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നല്ല ഡേറ്റിംഗ് ആപ്പ്. ഇന്നത്തെ ജനറേഷനിൽ എന്തൊക്കെ നടക്കുന്ന അറിയാനോ. ഇവര് പറഞ്ഞാലും ഇവര് പറഞ്ഞാലും നമ്മള് കുറെ അറിഞ്ഞല്ല. ഞാൻ സ്വൈപ്പ് പോലും ഡേറ്റിംഗ് ആപ്പ് എന്തിനാ ഇവിടെ? ഇൻസ്റ്റാഗ്രാം ഉള്ളപ്പോ ഡേറ്റിംഗ് ആപ്പ് എന്തിനാ? ഇൻസ്റ്റാഗ്രാം ശരിയാണ്. അതിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഉള്ളപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നീ ഒരാൾക്ക് മെസ്സേജ് റിപ്ലൈ കിട്ടുമല്ലോ എന്ന് അറിയില്ല. പക്ഷെ ഡേറ്റിംഗ് ആപ്പിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ആളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് കിട്ടണമെന്നാണ്. അപ്പൊ നമുക്ക് ശരിയാ ഇവരും ഡേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. എന്നാലും കുറെ കൂടുതലും പേരും മാച്ച് കിട്ടിക്കഴിഞ്ഞാലും അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബോർഡായി ഫോട്ടോസ് ആണല്ലേ. അപ്പൊ അവര് ഫോട്ടോസ് നോക്കിട്ട് ജഡ്ജ് ചെയ്യാണ്. ലൈക്ക് മാച്ച് കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ നോക്കുമ്പോ ഇത് ഫ്രണ്ട്സ് ആക്കി വെക്കാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് മാത്രമല്ല സ്റ്റോറിയും എല്ലാം ഉണ്ടാവും. മെസ്സേജ് കഴിഞ്ഞാൽ ക്രീപ്പി ആയി പോകും. മെസ്സേജ് ക്രീപ്പി ആവില്ല. അവരും ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണോരാ. അറിയാത്ത ഒരാളുടെ അക്കൗണ്ടിൽ എങ്ങനെ മെസ്സേജ് അയക്കണേ? അതെ, അറിയാൻ പാടില്ല. ആദ്യം ലൈക്കൊക്കെ ഇട്ടോടെ കാണാം. ഗിത്താർ വായിക്കും ശരിക്കും. ഇസ് ഡേറ്റിംഗില് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടിട്ട് മേടിച്ചതാ. ഒരു ഡേറ്റ് ചെയ്യാൻ പോണ ആള് കൂളാവാനായിട്ട് ലൈക്ക് ലുക്കിംഗ് കൂളാവാനായിട്ട് എന്തൊക്കെ ചെയ്യണേ? ബാഗി പാന്റ് ഇട്ട് നടക്കുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ബോയ്സിന്റെ വിചാരം. എങ്ങനെയാ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടാ ദൂരെ ബാഗി പാനിട്ട് നടന്നു മുള്ളറ്റ് ഫെയ്ഡ് ഹെയർ സ്റ്റൈൽ നോക്കും. നല്ല ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി വെറുതെ പാട്ടൊക്കെ പാടി ഇടയ്ക്ക് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഗിറ്റാർ ഇട്ടായിരുന്നെങ്കിൽ പണ്ടത്തെ പുറകാണെന്ന് പറയുന്നത് ചിലപ്പോ സെറ്റ് ആയ ഗിറ്റാറിന് ഫോട്ടോ പറഞ്ഞു കൊടുത്തിടാൻ വായിക്കാൻ അറിയാൻ. പിന്നെ വേറെ സംഭവം മെയിനായിട്ട് ഡേറ്റിംഗിന് ഹെൽപ്പ് ചെയ്യാനല്ല, കൂളായിട്ട് കാണിക്കാൻ വേണ്ടിട്ട് സ്മോക്കിങ് ചെക്കന്മാരുടെ ഇടയില് ഹോട്ടായിട്ട് കാണുന്നുണ്ടാവും. ചിലപ്പോ അത് ഹോട്ടായിട്ട് കാണുന്നവരുണ്ടാവും, ഗേൾസ് സെക്സി ആയിട്ട് കാണുന്നവര്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവന്മാര് കൂളായിട്ട് കൂളാവാൻ വേണ്ടിട്ട് തുടങ്ങിയതായിരിക്കും. അതൊരു ഹാബിറ്റ് ആവും. ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ
എന്ത് ഗോള് അത് വലിക്കണമെന്ന് തോന്നാണ് ബാക്കിയുള്ളവരെ വേർത്തിക്കണ ഇവനിങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോ കുറച്ച് അടിപൊളിയാണ്. അതെ അത് സിനിമയില് ഇപ്പൊ വില്ലനൊക്കെ നടന്ന സീനില് സിഗരറ്റില്ലെങ്കിൽ പിന്നെ ആ സീനേ കൊളായി. സിഗരറ്റിന് എന്തൊരു ഇമ്പാക്ട് ഉണ്ട്. അവൻ ശരിക്കും അത്ര സീറ്റ് വലിക്കുകയും ചെയ്ത സിനിമയ്ക്ക് വേണ്ടി. പിന്നെ അത് മാത്രമല്ല പണ്ടത്തെ ഒരു കൾച്ചർ ആയിരുന്നല്ലോ സിഗരറ്റ് എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ഗേൾസും എല്ലാവരും യൂസ് ചെയ്യാറുണ്ടല്ലോ, മെൻസും മെന്നും എല്ലാവരും യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇത് യൂസ് ചെയ്യണത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ആരോഗ്യത്തിന് ഹാനികരാണെന്ന് അറിഞ്ഞിട്ടും വലിക്കാണല്ലോ. ലോറയാണ് ചത്തു പോകുന്നുള്ളൂ. ക്യാൻസർ, ഒരു ലെഗ് ക്യാൻസർ അറിഞ്ഞിട്ടും വലിക്കണം. അപ്പൊ അവൻ എന്തുട്ടാ മാസം. അപ്പൊ അങ്ങനെ ഒരു മാസാണ്, അങ്ങനെ ഒരു മാസാണ് വിചാരിക്കണു. ബാക്കി എല്ലാരും അങ്ങനെ വിചാരിക്കുന്നു. അതല്ല കൂടി ഇങ്ങനെ നിക്കണേരത്ത് ഇങ്ങനെ വലിച്ച് കുറച്ച് കൂളായിട്ട് ഇങ്ങനെ ടഫ് ലുക്ക് ഇട്ട് നിക്കാലോ. പക്ഷെ മിക്ക പെണ്ണുങ്ങളും വലിച്ചിട്ട് വരുമ്പോ മറ്റേ സ്മെല്ലൊക്കെ വരുമ്പോ താല്പര്യമില്ല. ഗേൾസിന് തീരെ താല്പര്യമില്ല. അല്ല ബോയ്സിന്റെ ഇടയിൽ തന്നെ ആ വലിക്കണവനൊരു കൂളാന്നുള്ളൊരു ഇത് കിട്ടും, സ്വന്തമായിട്ടൊരു ഇത് കിട്ടും. അതുണ്ട്, ഒരു കൂളാവാൻ വേണ്ടി വലിക്കണവരുണ്ട്. പോസ്റ്റ് ചെയ്യുമ്പോ ഫോട്ടോ എങ്ങനെയാണ് എല്ലാരും വലിച്ചു തുടങ്ങണേ. പിന്നെ ഒരു ഹാബിറ്റ് ആവാണ് ശരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിർത്താൻ ടഫാണ്. എല്ലാരും പറയും എനിക്ക് വേണമെങ്കിൽ നാളെ നിർത്താം എന്ന് പറയും. പക്ഷെ അയർലൻഡിലുള്ള എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനിങ്ങനെ എനിക്ക് വേണമെങ്കിൽ നിർത്താം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ നീ തേങ്ങ നിർത്തും. ഞാൻ അപ്പം പറയുകയാണെങ്കിൽ ഞാൻ 3 ദിവസത്തേക്ക് നിർത്തിയിട്ടുണ്ടെന്ന്. അതൊരു വലിയ കാര്യമാണ്. ഞാൻ എന്തൊരു സ്മോക്ക് ചെയ്യണ്ടോ മുറിയിലെ അടച്ചിട്ട് സൂര്യ മറ്റേലെ വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാ ഇതിന്, സ്മോക്കിങ്ങിന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാ. തീവണ്ടിയിലൊക്കെ പറയല്ലേ വലിയ നിർത്തി കഴിഞ്ഞാൽ വലിക്കണവര് കാണുമ്പോ ഭയങ്കര ഇതാവൂലേ. മാത്രല്ല മറ്റേ ബ്ലഡിലൊക്കെ നഖത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ അത്ര വലിച്ചിട്ട് നിർത്തിക്കാൻ കുറച്ച് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറയാൻ ഗിറ്റാർ ഗേൾസിന് ഇഷ്ടമാണ്, സ്മോക്കിംഗ് ഗേൾസിന് ഇഷ്ടമല്ല. മെജോറിറ്റി ഗേൾസിന് ഇഷ്ടമല്ല. ചില ഗേൾസിന് ഇഷ്ടമാണ്. അത് വളരെ എനിക്കത് എന്റെ പരിചയത്തിലുള്ള ഒരു ഗേൾസിനും സ്മോക്കിംഗ് ഇഷ്ടമല്ലാത്ത. എന്റെ പരിചയത്തിലുള്ള ആർക്കും ഇഷ്ടമല്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ അങ്ങനെ പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ടാവും. പറഞ്ഞാലേ സ്മോക്ക് ചെയ്യണ ഗേൾസിനും സ്മോക്ക് ചെയ്യണ ബോയ്സിനോട് ഒരു ചെറിയ ഇതുണ്ടാവും ചിലപ്പോ. പിന്നെ വെൽ ഡ്രസ്ഡ് ഗേൾസിന് ഒരു ഇതാണ്. ഹെയർ എപ്പോഴും കട്ട് ചെയ്യാൻ ഗ്രൂമായിട്ട് കിടക്കണം. ഇപ്പോഴത്തെ ഒരു ഡേറ്റിംഗ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഗേൾസ് വളരെ കുറവാണ്. അത് ശരിയാ. അത് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാ. ഇത് കൂടുതല് ബോയ്സിനാണ്. കഴപ്പ് കൂടുതൽ ബോയ്സിനാണ്. അതാണ് ഡേറ്റിംഗ്. അതായത് 2 ബോയ്സ് കണ്ണൂരാക്കി, അപ്പുറത്തെ 2 ഗേള് കണ്ണൂരാക്കി. ഈ ഒറ്റ ബോയ് തന്നെ 2 കണ്ണിനെ സെറ്റ് ചെയ്യും. എന്ത് ചെയ്യും? അത് ശരിയാണ്. അത് മാത്രല്ല സ്റ്റാറ്റിസ്റ്റിക്സിലും ഗേൾസ് ആണ് കൂടുതൽ. അത് ഇപ്പൊ പറഞ്ഞ കണക്ക് വെച്ചിട്ട് ഈ ഇത് കൂടി മാച്ച് ചെയ്യുമ്പോ സാധാ പാവപ്പെട്ട ഹുക്കപ്സിന് നടക്കുന്ന ഗേൾസ് ഇല്ലേ, ഈ സെറ്റ് ആവണത് ഈ ഒരു 10% അല്ലെങ്കിൽ 20% നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കേസിനായിരിക്കും. ബാക്കി 80% നിരപരാധികളായ പെണ്ണിട്ടാത്ത ആൾക്കാരായിരിക്കും. എന്താ പറയാ അത് ചെയ്യാൻ പറ്റും. നേച്ചർ ഭയങ്കര അൺഫെയർ ആയി പോയില്ലേ. നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങി ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കില്ല. ഹൈറ്റ് ഇല്ല, ലുക്ക് ഇല്ല, റിച്ച് അല്ല. അതെ, ഡേറ്റിംഗ് ലൈഫിൽ ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ്. ഇന്നും കൂടി റീൽ ഞാൻ കണ്ടുള്ളൂ. ഒരു പെണ്ണ് ഹീൽസ് ഇട്ടിട്ട് ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം നിങ്ങളെ ജസ്റ്റ് നിൽക്കണ ഫോട്ടോ, 2-3 ഫോട്ടോസ്. അതിൽ ആ ചെക്കന് നല്ല ഹൈറ്റ് ഉണ്ട്. ആ പെണ്ണിന് ഹൈറ്റ് കുറവാട്ടാ. അപ്പൊ അവളെ ഹീൽസ് ഇട്ടിരിക്കുമ്പോഴും അവളെക്കാളും ഹൈറ്റ് നല്ല ഹൈറ്റ് ആ ചെക്കനുണ്ട്. അപ്പൊ കമന്റ്സിൽ മൊത്തം ഗേൾസ് ഇങ്ങനെ പറയണു, ഓ ഹീൽസ് ഇട്ടിട്ടും അവളെക്കാളും ഭയങ്കര ഹൈറ്റ് കൂടുതലാണ് അവനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട്. നടക്കാറില്ല. അത് കാരണം നമ്മള് ശ്രദ്ധിക്കില്ല. നമ്മളെ എക്സിസ്റ്റ് ചെയ്യണമെന്ന് ആൾക്കാര് ശ്രദ്ധിക്കില്ല. ചുമ്മാ കാഷ്വലി മോഗ് ചെയ്തളേ നമ്മളെ കിസ്. ഇപ്പൊ കൂളാൻ കഴിച്ചിലൊരു വെട്ടും കൂടിയല്ലേ, ഫുൾ ടഫായി. സ്കാറാത് പണ്ട് വരഞ്ഞത് അതൊരുത്തൻ കറക്റ്റ് ചെറമ്പിന്റെ അവിടെയല്ലേ. അത് ഒന്ന് സ്ലിപ്പായതാണോ? അത് ഓരോ ഉറക്കുള്ള സംഭവം ഉണ്ട് കേട്ടോ ഇവിടുത്തെ വരാ. ഇപ്പൊ ഓറ കൂടി ഇപ്പൊ പെട്ടെന്ന് തിരിയൊന്നുമില്ല. കിസ്സെന്ന് വിളിച്ചാ അതെ ഇങ്ങനെ ദീപക്കായി MBA പഠിച്ചു. അല്ല ഹൈറ്റിന്റെ സംഭവം ശരിക്കും ഉണ്ട്. സ്കിന്നിനേക്കാളൊക്കെ സത്യം പറഞ്ഞ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാരും ഒന്ന് എടുത്ത് ഇങ്ങനെ കാണും. ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഷോൾഡർ വിഡ്ത്ത് ഒക്കെ കൂടുതലായിരിക്കും അയാൾക്ക് ഒബ്വിയസ്ലി.
കേരളത്തിലെ കോളേജിലൊക്കെ പോയിണ്ടാ നമ്മളൊക്കെ അവിടെ ഉണ്ടെന്നില്ല. കേരളത്തിലെ കോളേജാ? കേരളത്തിലെ കോളേജുകളൊക്കെ ഞങ്ങൾ കേരളത്തിലേക്കല്ലേ പഠിച്ചത്. കേരളത്തിലെ കോളേജുകളിലൊക്കെ മോശാന്ന് പറയണേ. എല്ലാ കോളേജസിലും തമിഴ്നാട്ടിലെ കോളേജിൽ ഞാനറിഞ്ഞിട്ട് കേരളത്തിലെ കോളേജിൽ കുറച്ചുകൂടി കേരളത്തിലെ കോളേജിൽ കുറച്ചുകൂടി പയ്യന്മാരുടെ ലുക്ക് കൂടുതൽ കേരളത്തിലായിരിക്കൂല പൊതുവെ ഉണ്ടാക്കണതാ. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഹൈറ്റ് എനിക്ക് ആവറേജ് ഹൈറ്റ് നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ചെക്കന്മാരെ കണ്ടോ? നല്ല സൈസ് നല്ല ലുക്കുള്ള പഞ്ചാബിലെ ചെക്കന്മാർക്കൊക്കെ ഭയങ്കര പൊക്ക. കാരണം തലയിൽ വേറൊരു സാധനം കൂടി അത് ശരിക്കും പറഞ്ഞ ഹൈറ്റ് കൂടുതലുള്ള ടർമര് ചെറിയ വ്യത്യാസമുള്ളൂ. വ്യത്യാസമൊക്കെ ഉണ്ടാവും. 1 ഇഞ്ച് കൂടും, 1.5 ഇഞ്ച് കൂടും. നല്ലൊരു ഇതാണ് അത്. സീഡിങ് ഹെയർ ലൈൻ ഉണ്ടെങ്കിൽ അറിയില്ല. പൊക്കം കുറച്ച് കുറവാണെങ്കിൽ ഒരു 6 അടി ഉണ്ടെന്ന് ഒരു 5-9 ഉള്ളതിനെ 6 അടിയൊക്കെ ആക്കാം. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഷോൾഡർ ആയിട്ട് ഭയങ്കര പൊക്കം തോന്നി. തലക്കാനുള്ള പൊക്കം കൂടുതൽ. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പെണ്ണുങ്ങൾക്ക് പൊക്കം കണ്ടാൽ മതിയല്ലോ. അത് കെട്ടണ സ്റ്റൈൽ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ സൈഡിലേക്ക് ആക്കി കെട്ടിക്കഴിഞ്ഞാൽ പറ്റും. പാമ്പാട്ടിയാ മറ്റേ തലയിൽ. അല്ല അത് ശരി, അതൊരു മെത്തേഡാട്ടാ. പിന്നെ നീ ഒന്ന് ആലോചിച്ച് ഹൈറ്റ് ഏകദേശം എല്ലാ കൊറേ ജീവിതത്തിലെ കൊറേ ആസ്പെക്ടില് ഹൈറ്റ് ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലേ? ഡിസഡ്വാൻറ്റേജ് ആവുന്ന സ്ഥലങ്ങളുണ്ട്. 5 ആസ്പെക്ട് പറഞ്ഞു. പെട്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല പെട്ടെന്ന് ഡേറ്റിംഗ് ഒന്ന് സ്പോർട്സിൽ ഒപ്റ്റിമം ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചില ഏകദേശം കുറെ സ്പോർട്സ് ഒക്കെ ഉണ്ട് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ എജിലിറ്റി കൂടുതൽ വേണ്ട സ്പോർട്സിനൊക്കെ ഹൈറ്റ് കുറവാണെങ്കിൽ എജിലിറ്റി കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷെ എന്നാലും ഇപ്പൊ ബാഡ്മിന്റൺ ഭയങ്കര ഹൈ എജിലിറ്റി സ്പോർട്സ് ആണ്. മൾട്ടി ഡയറക്ഷണൽ ചേഞ്ചസ് ഭയങ്കര കൂടുതലാണ്. അവിടെയും ഒരു ഒപ്റ്റിമൽ ഹൈറ്റ് റേഞ്ച് ഉണ്ട്. കാരണം ഒരുപാട് കൂടുതലാവരുത്. 7 അടി 8 അടിക്ക് മേലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ പുള്ളിക്കാരൻ ജീവിതം തന്നെ അതായിരിക്കും. പക്ഷെ ഒരു 6 അടി 180 above സെന്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അടിപൊളി ഒരു ഒപ്റ്റിമം റേഞ്ചാണ് ആ ഹൈറ്റ് എന്നൊക്കെ പറയണത്. പിന്നെ സ്പോർട്സ് ഈ MMA തന്നെ ഒരു ആവറേജ് ആളെടുക്കുക, ഫൈറ്റിന്റെ ഒരു സംഭവം എടുക്കുക, ചുമ്മാ റേഞ്ച് ഓഫ് മോഷൻ കൂടുതലാണ് ഹൈറ്റ് ഉള്ളവർക്ക്. അതൊന്ന് അത് കാരണം മെയിൻലി ഫിസിക്കൽ ആസ്പെക്ട് ആണ്. ഏകദേശം ഈ 2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആസ്പെക്ട് എല്ലാം കഴിയും. 5 എക്സാമ്പിൾ ഒന്നും എടുത്തു പറയാനില്ല. ഫിസിക്കൽ ആസ്പെക്ട് ആണ് മെയിൻ സംഭവം. അതല്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പൊക്കം കുറവായി അടിയിലിരിക്കുന്ന സാധനം പെട്ടെന്ന് എടുക്കാം. മറ്റേ പുള്ളി അല്ല പറഞ്ഞ കറക്റ്റാ. കുനിയുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് കുരിയണം. എന്നാലും പിന്നെ മറ്റേ എവല്യൂഷൻ പരമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഫെമൈനൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞവരാണ് കൂടുതൽ രക്ഷപ്പെടാൻ സർവൈവ് ചെയ്യാൻ. അത് കാരണമാണ് അതൊരു ആവറേജ് ആയേ. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 6 feet എന്നൊക്കെ പറയുന്നത് എബോ ആവറേജ് ആവാൻ കാരണം അത് പൊക്കം കുറവാണ്ട് നിനക്ക് അത്ര കുറച്ച് കാലറി മതി ജീവിക്കാൻ. മനസ്സിലായ ഇത് മറ്റേ പുള്ളി പറയണതാ, മറ്റേ പുള്ളിയിലടാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു കുറച്ച് ഫ്യൂ ഇഞ്ചസ് കൂട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്, നിങ്ങൾ എടുക്കില്ലേ? എടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് നമ്മള് ഭയങ്കര പൊക്കായി പോകില്ലല്ലോ. 6 feet അല്ലേ ആവുള്ളൂ, നമ്മളെല്ലാരും 6 feet ആവുള്ളൂ. മാത്രം 6'1" ആവും, അത്രേ ഉള്ളൂ. ഞാൻ എടുക്കും. നീ എടുക്കണെന്തിനാ? കിട്ടാണെങ്കിലേ കിട്ടൂല്ലോ. എവിടേക്ക് എടുക്കൂന്ന് പറഞ്ഞില്ല അത്. എവിടേക്ക് എടുക്കൂന്ന് പറഞ്ഞില്ല അത്. എടുക്കൂന്ന് പറഞ്ഞു. ഹൈറ്റ് പിന്നെ ലുക്സും ഉണ്ട്. സ്കിൻ ടൈപ്പ്, സ്കിൻ ഫെയർ സ്കിൻ, ഗ്രൂമിങ് മെയിൻ ആയിട്ട് ഗ്രൂമിങ്. ഫെയർ സ്കിൻ ഉണ്ട് ഒരു പരിധി. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഗ്രൂമായിട്ട് നടക്കണമെന്നുള്ളൂ നല്ലോണം. ഇപ്പൊ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് ഫെയർ സ്കിന്നിന് നല്ല ഡിമാൻഡ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഡസ്കി ആണെങ്കിലും നല്ല ഗ്രൂംഡ് ആയിട്ട് നടക്കണ. ഡസ്കി ആണെങ്കിലും എന്ന് പറയുമ്പോ കുറച്ച് പേർക്ക് ഒരു ഇതാണ്. അല്ല ഇങ്ങനെ നമ്മള് കുറച്ച് പേര് അറിയില്ലേ, ഡസ്കി ആണെങ്കിൽ അവനെ കാണാൻ ലുക്കാ, വെളുത്തിട്ടാണെങ്കിൽ ഫെയർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. അത് കുറച്ച് പേർക്ക് വേണം, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ചെലപ്പോ പക്ഷെ അവൻ ഫെയർ ആണെങ്കിൽ അവനെ കാണാൻ ചിലപ്പോ അത്ര ലുക്ക് ഉണ്ടാവൂലായിരുന്നു. ഫേഷ്യൽ ഫീച്ചേഴ്സ് നൈസ് ആണെങ്കിലും അവൻ ഡസ്കി ആയതുകൊണ്ടാണ് അവനെ കാണാൻ ആ ഒരു ഭംഗി, പ്രത്യേക ഭംഗി. അത് ഇഷ്ടല്ല ചിലവർക്ക് അങ്ങനെ പറയുന്നത്. പിന്നെ ഉണ്ട് കുറച്ച് റഫ് കലിപ്പൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ, കലിപ്പൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രോളി കാണുമല്ലോ. ഡ്രാഗൺ മൂവിയിലെ കലിപ്പനാണോ? ഡ്രാഗൺ മൂവി ഏത്? ഡ്രാഗൺ മൂവിയിലെ അതാണോ? പ്രദീപ് രംഗരാജന്റെ.
അതെ അതന്നെ എനിക്ക് അവന്റെ കൺഫ്യൂസ് ആണ്. ഡ്രാഗണിൽ എന്താണ് കഥ? ഡ്രാഗൺ ജോലിക്ക് ഇത് ഫസ്റ്റ് കോളേജില് ബാഡ് ബോയ് ആയിട്ട് ബാഡ് ബോയ് മറ്റേ അനുപമ പരമേശ്വരുള്ളത് പ്ലസ് ടു വരെ നന്നായിട്ട് പഠിച്ചിട്ട് പെണ്ണ് പറയും മറ്റേ ബാഡ് ബോയ് സൂപ്പർ എന്ന് പറയും. പറഞ്ഞ കുറെ പേർക്ക് ക്രേസ് ഉണ്ടാ. അവര് വിചാരിക്കും, കുറെ പിള്ളേര് വിചാരിക്കണ ഇവനെ ഞാൻ ഇതാക്കിട്ട് ചേഞ്ച് ചെയ്യാൻ അല്ല, കുറച്ച് കോളേജിൽ മെയിൻ ആയിട്ട് നടക്കണ കുറച്ച് ബോയ്സിന് ഗേൾസിന് അത്യാവശ്യം ഒരു അന്ന് ഫസ്റ്റ് പോഡ്കാസ്റ്റ് പറഞ്ഞില്ലേ ഗേൾസിന് ഒരു ഇതുണ്ടാവുന്നു. അതുണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഹൈറാർക്കി നിങ്ങൾ പറഞ്ഞില്ലേ, അതുണ്ട്. സംഭവം ആ വീഡിയോ കണ്ടോര് മനസ്സിലാവുള്ളൂ. ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ പോയി എന്തായാലും ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആ വീഡിയോ കാണാത്തവർക്ക് അറിവില്ല. ലിങ്ക് താഴെ കൊടുക്കാൻ അറിയാൻ പാടില്ല. യൂട്യൂബില് പുതിയ പേര് വെച്ച് സെർച്ച് ചെയ്താൽ മതി. സിസ്റ്ററൊക്കെ ഞങ്ങൾ മാറ്റും. സിക്സർ മാറ്റാണ്ടാ ഇതെല്ലാം പേരായിരുന്നു, എന്നാലും മാറ്റാണ്. സെൽഫിഷ്നെസ് ഉള്ള സിദ്ധാർത്ഥിന്റെ പേര്. അപ്പൊ നമ്മുടെ ആണുങ്ങൾക്ക് ഡേറ്റ് ചെയ്യാൻ പെണ്ണുങ്ങളുടെ അളവ് കുറവാണ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മള് ചർച്ച ചെയ്യണത്. എണ്ണം കുറവാണ്. അതിൽ തന്നെ ഫെയർ ആയിട്ടുള്ള ബോയ്സ് 2-3 പെണ്ണുങ്ങളെ അപ്പൊ ബോയ്സിന് ഡേറ്റ് ചെയ്യാനായിട്ട് ഗേൾസിന്റെ എണ്ണം കുറവാണ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണേ. എന്നിട്ട് കിട്ടണല്ലേ കുറെ പേര് ഡേറ്റ് ചെയ്യാനുള്ള ധൈര്യമോ വീട്ടുകാരെന്ത് വിചാരിക്കും. അങ്ങനെ ഒരു ബോയ്സ് ഇപ്പൊ ഡേറ്റ് ചെയ്ത് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ മിക്ക വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്യും. സത്യം. പക്ഷെ പെൺപിള്ളേര് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു ശരിയായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഡേറ്റ് ചെയ്യാൻ പെൺപിള്ളേര് കുറവ്. പിന്നെ ഡേറ്റിങ്ങില് ഗേൾസ് സേഫ് ആവണം എന്ന് നിർബന്ധമില്ലല്ലോ, മനസ്സിലായോ? ഡേറ്റിംഗില് ബോയ്സും സേഫ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഹണി ട്രാപ്സ് ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോ ഡേറ്റ് ചെയ്യാൻ വുമന്റെ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയണത് ആണുങ്ങളെ തന്നെ ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ പറയില്ല കേട്ടോ. ഞാനും പറയില്ല, ഞങ്ങളാരും പറയില്ല. ഞാനതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെയാട്ടാ. കോമ്പറ്റീഷൻ പറയുന്നതാ. നീ എങ്ങനെ പറയോ? ചെയ്തോട്ടെ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. അപ്പുറത്തെ പോലെ ഗേൾസും അത് ചെയ്യരുത്. അത് ബാൻ ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. കാരണം അവര് പൊക്കോട്ടെ, അവരുടെ ജീവിതം. ഇവർക്ക് പക്ഷെ അങ്ങനെ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് പറ്റില്ല. ഭയങ്കര മോശം പരിപാടി കേട്ടോ. അല്ലെങ്കിൽ എന്നോട് വന്നില്ല. ശരിയാ, ഗേൾസ് ഹോസ്റ്റലിലൊക്കെ ഇഷ്ടം പോലെ ലെസ്ബിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഇൻഫർമേഷൻ അവിടെ കിട്ടി. നീ തന്നെ പറഞ്ഞിട്ടില്ലേ? സോറി, ആൽവിൻ ഷാജിയാണ് പറഞ്ഞത്. ആൽവിൻ ഷാജി പറഞ്ഞു. ഞങ്ങള് കട്ടയാണ്. പാർട്ടിക്കാരികളൊക്കെ ഉള്ളോട് തട്ടിക്കളയോന്ന് അറിയില്ലല്ലോ അവളെ. ബേസില് ഭരിച്ച സ്ഥലമുണ്ട്. അങ്ങനെയുണ്ട്. ഈ ടോപ്പിക് കഴിഞ്ഞില്ലേ?